റോഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ചാനലിലേക്ക്, ദേശീയപാത അപ്ഡേഷൻ ചാനലിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊന്നുമല്ല, ഇന്ന് നമ്മൾ കൊയിലാണ്ടി ദേശീയപാതയുള്ള കാഴ്ചയാണ്. അപ്പോൾ പഴയ കൊയിലാണ്ടി ദേശീയപാതയാണ്. അപ്പോൾ പുതിയ 6 വരിപ്പാത നമുക്കറിയാം നന്ദിയിൽ നിന്ന് മാറി ബൈപ്പാസായിട്ട് ചെങ്ങോട്ടുകാവിലേക്കാണ് കണക്റ്റ് ആവുന്നത്. അപ്പോൾ പഴയ ദേശീയപാതയിലുള്ള ട്രാഫിക് ബ്ലോക്കാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോ കാണിക്കാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ എന്നാലും മാസങ്ങൾ കൊണ്ട് അറ്റ്ലീസ്റ്റ് 2026 ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ദേശീയപാത അന്യമാവും. ഈ ദേശീയപാതയിലൂടെ ഈ കാണുന്ന തിരക്കുകളൊന്നും ഉണ്ടാവില്ല. തീർച്ചയാണ് 1 വർഷമല്ലേ 1.5 വർഷം മാക്സിമം. അതിനിടയിൽ നമ്മൾ പുതിയ ദേശീയപാതയ്ക്ക് തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ കൊയിലാണ്ടി ടൗണും അതോടൊപ്പം തന്നെ നന്ദി, കൊല്ലം ഈ ഭാഗത്തുള്ള ഈ ജംഗ്ഷൻ, ഇത് ദേശീയപാത ഒരു പ്രാദേശിക റോഡായി മാറും. പ്രധാന വാഹനങ്ങളൊക്കെ, ലോങ് റൂട്ട് വാഹനങ്ങളൊക്കെ നമ്മളെ പുതിയ ബൈപ്പാസിലൂടെ 6 വരിപ്പാതയിലൂടെ കടന്നു പോകും. ഈ ഭാഗത്ത് പ്രാദേശികമായിട്ട് കൊയിലാണ്ടി മാത്രം ആശ്രയിക്കുന്ന വാഹനങ്ങൾ മാത്രമേ ഇതിൽ സഞ്ചരിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമുക്ക് പണ്ട് നമ്മൾ കൊയിലാണ്ടി ദേശീയപാതയിലൂടെ ഇങ്ങനെയൊക്കെയായിരുന്നു വാഹനങ്ങൾ യാത്ര ചെയ്തതെന്ന് നമുക്ക് എപ്പോഴെങ്കിലും ഓർമ്മ അഴവിറക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പം ഇപ്പം നിലവിലുള്ള ദേശീയപാതയുടെ മുന്നേ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതായത് റെയിൽവേ ക്രോസിംഗ് ഒക്കെ നമ്മൾ റെയിൽവേ ഗേറ്റ് അടക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വാഹനങ്ങൾ സഞ്ചരിച്ചു വന്നു. അന്നത്തെ കാലം നമ്മൾ ആലോചിച്ച് നോക്കുക. ആ വീഡിയോ ജസ്റ്റ് നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ പഴയ നൊസ്റ്റാൾജിയ, പഴയ കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കും. ഉദാഹരണത്തിന് വടകരയിൽ നിന്ന് കോഴിക്കോടേക്ക് പോവുകയാണെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഏകദേശം 4ഓളം റെയിൽവേ ഗേറ്റുകൾ കടന്നിട്ട് വേണമായിരുന്നു യാത്ര ചെയ്യാൻ. ഒന്നല്ലെങ്കിൽ ഒന്ന് എന്തായാലും അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് 3-3.5 മണിക്കൂറൊക്കെയാണ് വടകരയിൽ നിന്ന് കോഴിക്കോടേക്ക് നമ്മൾ ദേശീയപാതയിലൂടെ സഞ്ചരിച്ച് പോകാനുള്ള ഒരു സമയം. ഇന്നിപ്പോൾ അത് 1 മണിക്കൂർ 1.5 മണിക്കൂർ എന്ന രീതിയിലേക്ക്, ട്രാഫിക് ബ്ലോക്കോ മറ്റോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ രീതിയിൽ കുറച്ച് പ്രയാസപ്പെട്ടാലും 1.5 മണിക്കൂർ എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി 6 വരിപ്പാത എത്തിക്കഴിഞ്ഞാൽ അതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ എന്ന രീതിയിലേക്ക്, നേരെ പകുതിയിലേക്ക് മാറുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ഓർത്തെടുക്കാനൊരു ഓർമ്മ അയവിറക്കലായിരിക്കും എന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് നമ്മളിപ്പോഴുള്ള ദേശീയപാതയിലെ നമ്മുടെ ട്രാഫിക് ബ്ലോക്കുകളും വാഹനങ്ങളൊക്കെ, ഈ ലിമിറ്റഡ് ബസ്സുകളൊക്കെ ഇങ്ങനെ റോങ് കയറി ഇടിച്ച് കയറി, എല്ലാ വാഹനങ്ങളും ഇടിച്ച് കയറി പോകുന്ന ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഒരുപക്ഷെ നമുക്ക് ഓർമ്മിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ആനക്കുളം ജംഗ്ഷനിലൊക്കെ നല്ല രീതിയിൽ എപ്പോഴും ട്രാഫിക് ബ്ലോക്കുള്ള ഒരു പ്രദേശമാണ്. വളരെ ആനക്കുളം പിഷാരിക്കാവ് ക്ഷേത്രം, ഇതിൻ്റെ ഭാഗത്തൊക്കെ ഉത്സവം നടക്കുമ്പോൾ പിന്നെ പറയും വേണ്ട, ആനക്കുളം ഓൾറെഡി ട്രാഫിക് ബ്ലോക്കാണ്. പിന്നെ പിഷാരിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവം കൂടിയായാൽ പിന്നെ ഈ വഴിക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അത്തരം ബ്ലോക്കുകൾക്ക് ഇനി ശാശ്വതമായ ഒരു പരിഹാരം നമ്മൾ പുതിയ 6 വരിപ്പാത കടന്നു വരുന്നതോടുകൂടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ വീഡിയോ കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ ദേശീയപാതയുടെ പഴയകാല ഓർമ്മകളും അതോടൊപ്പം തന്നെ പുതിയ അപ്ഡേഷനൊക്കെ, ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമായിട്ടുള്ള അപ്ഡേഷൻ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസുകൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പോകുന്ന പോക്കണ്ട ലിമിറ്റഡ് ഇറക്കാം. ബസ്സും കൊണ്ടുപോകാൻ എളുപ്പമാണ്. ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ മറ്റൊരു ബസ് ഇതാ കയറിപ്പോകുന്നു. ഒരു 2 പേർക്കും ഇവരെ പോക്കിരിത്തരം കാണിക്കാൻ കൂടിയാണ് ഈ ഒരു ഭാഗത്തുള്ള വീഡിയോ കുറച്ചുകൂടി നമ്മൾ കാണിക്കുന്നത്. 2 ബസ്സും മത്സരിച്ചോടുക. 2ൻ്റെയും ഒരേ ടൈം ആയതുകൊണ്ട് ഇനി ഇവന്മാരെന്താക്കും, ഒന്ന് മൂത്രയിക്കാൻ പോയിക്കോട്ടെ എന്ന് പറയുന്ന പോലെ
എന്താ റോഡിൻ്റെ നടുവിലൊക്കെ ആളെ ഇറക്കി അങ്ങോട്ട് പയ്യന്നൂർ കോഴിക്കോട് 2 ബസ് ഒന്നിച്ച് വന്നപ്പോൾ കൊല്ലത്തൊക്കെയുള്ള ട്രാഫിക് ബ്ലോക്കാണ് നിങ്ങൾ ദുരിതപൂർണമായ ദുരന്തപൂർണമായ സാഹചര്യം. മാപ്പ് ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന റൂട്ട്. ഇതിലൊക്കെ വാഹനങ്ങളിപ്പോൾ ഇനി പുതിയ ബൈപ്പാസിൽ അണ്ടർ പാസേജൊക്കെ വരുന്നുണ്ട്. ഒരു വിഷയമില്ല. ഇതാണ് ട്രാഫിക് ബ്ലോക്ക്. ഇതൊക്കെ ഒരു പഴയ കാല ഓർമ്മയായി നിലനിൽക്കും. എന്താ ബ്ലോക്ക്. ബൈക്കായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കാറും മറ്റ് വാഹനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളതിനകത്ത് കിടന്ന് ചക്രശ്വാസം വരും. ഇത് തന്നെ അവസ്ഥ വളരെ ദയനീയമാണ്. നമ്മൾ കൊയിലാണ്ടി ടൗണിലെത്തിക്കൊണ്ടിരിക്കുക. കൊയിലാണ്ടി ടൗണിലെത്തിയാൽ പിന്നെ ട്രാഫിക് ബ്ലോക്കിൻ്റെ അങ്ങേയറ്റാണ്. പിന്നെ പാച്ച് വർക്കിലൊക്കെ നമ്മളിങ്ങനെ ചാടി നമ്മൾ പച്ചത്തുള്ളം പോകുന്നത് പോലെ ഇങ്ങനെ ചാടി പോകണം. ഇതാണ് പഴയ കൊയിലാണ്ടി കൊല്ലം ദേശീയപാതയിലുള്ള ഇപ്പോഴത്തെ കാഴ്ച. പഴയതല്ല, അത് പഴയതാവും. പഴയത് തന്നെ പുതിയ ദേശീയപാത വന്നു കഴിഞ്ഞാൽ ഈ ഒരു കടമ്പ നമുക്ക് ഒഴിഞ്ഞു കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ വീഡിയോ എന്താത്തുള്ള വ്യൂസ് കണ്ടാൽ അറിയാം. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ചെയ്താൽ നമുക്ക് വലിയ ആശ്വാസകരമായിരിക്കും. അപ്പോൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് മാത്രമാണ് നമ്മളിതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ കൊയിലാണ്ടി ടൗണിലെത്തി. കൊയിലാണ്ടി ടൗണിലൊക്കെ മരണ ബ്ലോക്ക് കണ്ട. ബ്ലോക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാണ് ബ്ലോക്ക്. ഇതൊക്കെ എന്ന് അവസാനിക്കും. വാഗാട് വിചാരിച്ചാലേ നമുക്ക് ഈ ബ്ലോക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. നമ്മളെ കൊയിലാണ്ടി ദേശീയപാത, കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വർക്കെടുക്കുന്ന വാഗാട്, വെങ്ങളം, അഴിയൂർ വെങ്ങളം റിച്ചിൻ്റെ വർക്കെടുക്കുന്ന വാഗാട്, അദാനിയുടെ സബ് കോൺട്രാക്റ്റിംഗ് കമ്പനി, അവർ വിചാരിച്ചാൽ ഈ ഒരു ആശ്വാസകരമായ ഒരു സാഹചര്യം ഉണ്ടാവും. ഈ ഒരു ട്രാഫിക് ബ്ലോക്കിനൊരു മോചനം ഉണ്ടാവുള്ളൂ. എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകളും അറിയിക്കാനും, പിന്നെ അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു സന്തോഷകരമായ നിമിഷമായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ അമ്മ എന്താ ട്രാഫിക് ബ്ലോക്ക്.